പരാമർശങ്ങളൊക്കെ നടത്തി. നേരത്തെ മലപ്പുറത്തിനെതിരെയൊക്കെ പരാമർശം നടത്തി. ഈ മുസ്ലിം സംഘടനകളോ ഒക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്ന സമയത്ത് അത് കൂടുതൽ പ്രശ്നമായി മാറുന്നുണ്ട്. മുസ്ലിങ്ങൾ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ നടത്തുന്ന പരാമർശങ്ങൾ വളരെ ആത്മസംയമനത്തോടെയാണ് മുസ്ലിം സംഘടനകളൊക്കെ അതിന് സ്വീകരിക്കുന്നത്. ആത്മസംയമനമാണ് ഈ കാര്യത്തിൽ നല്ലത്. അതല്ലാതെ ഇപ്പോൾ ഇവിടെ പരസ്പരം പോരടിക്കാനോ അല്ലെങ്കിൽ വിദ്വേഷം പരത്തുവാനല്ലല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. മുസ്ലിം സംഘടനകൾ വളരെ സംയമനം പാലിക്കുന്നു ഇക്കാര്യത്തിൽ. അതിന് വലിയ അത് ചില കാര്യങ്ങളിലല്ല മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയാറില്ല. അത് ഈ കാര്യത്തിലൊക്കെ അത് വളരെ അർത്ഥവത്താണ്. പറഞ്ഞതുപോലെ സർക്കാർ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. തീർച്ചയായും പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമാണുള്ളത്. ഇപ്പോൾ കണ്ടില്ല ഇവിടുത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈൻ തട്ടി മരിച്ച ആ കുട്ടിയുടെ കാര്യത്തിൽ പോലും സർക്കാർ ഉത്തരവാദപ്പെട്ടത് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല. സ്കൂൾ സമയമാറ്റത്തിൽ MSF ഉൾപ്പെടെ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടതല്ലേ? അത് സമസ്തയാണ് ഇപ്പോൾ രംഗത്തുള്ളത്. അങ്ങനെ ഒരു വിഷയമുണ്ടോ? സ്കൂൾ സമയമാറ്റത്തിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറയാനുള്ള ഉത്തരവാദിത്വം സംസ്ഥയ്ക്ക് തന്നെയാണ്. സംസ്ഥ അത് ചെയ്യുന്നു. കാരണം സംസ്ഥയിൽ 10,000-15,000 മദ്രസകൾ വളരെ നല്ല രീതിയിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ സമയമാറ്റം മൂലം ഉണ്ടാകാവുന്ന ആ ഭവിഷ്യത്ത് വളരെ വലുതാണ്. സംസ്ഥയുടെ കാര്യങ്ങൾ സംസ്ഥ പറയുന്നത് എന്താണോ അതൊക്കെ തന്നെ MSF മുസ്ലിം ലീഗൊക്കെ എപ്പോഴും അതിനോടൊപ്പം നിൽക്കാറുണ്ട്. ലീഗിനെ വിളിച്ചിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മത നേതൃത്വത്തെയാണ് ആ കാര്യത്തിൽ വിളിക്കേണ്ടത്. വിളിച്ചു, സന്തോഷം. അല്ല, ലീഗ് സംസ്ഥയോടൊപ്പമാണ്. ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലി സാഹിബ് അത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ലീഗ് സംസ്ഥയോടൊപ്പമാണ് ആ കാര്യത്തിൽ. ഓക്കെ.